Hi all, good evening and welcome back to VPCC 110. അതായത് 110. നെറ്റ്വർക്ക് അത്ര ഫേവറബിൾ അല്ല. നല്ല മഴയായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും മാക്സിമം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള 1-2 സബ്ജക്റ്റ് ആണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും അതുപോലെ തന്നെ ഡെവലപ്മെന്റിനെക്കാളും കുറച്ച് കടുപ്പമാണ്. ഒത്തിരി ഉണ്ട്. ഇപ്പൊ നമ്മള് സൈക്കോസ്റ്റിയുടെ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ മാക്സിമം പല സബ്ജക്റ്റും 100 അറൗണ്ടിലൊക്കെ നമ്മൾ നിർത്താറുണ്ട്. ഈ 100 അറൗണ്ടിൽ നിർത്താൻ പറ്റാത്ത 2 സബ്ജക്റ്റുകളാണ്. തേർഡ് ഇയേഴ്സിൽ മിക്കവാറും 100 അബവ് ഉണ്ട് കേട്ടോ, കാരണം അത്രയും കണ്ടന്റ് ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 180 ലെവലിലാണ് എല്ലാ പേജസും ഇരിക്കുന്നത്. അങ്ങനെ പറ്റാത്ത 1-2 സബ്ജക്റ്റാണ് നമ്മുടെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും ഡെവലപ്മെന്റൽ സൈക്കോളജിയും. ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് കണ്ടന്റ് ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം അവസാന ഭാഗത്തേക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. 2023 ഡിസംബറിന്റെ മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. 2023 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കഴിഞ്ഞ വട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 2023 ഡിസംബർ നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഓടിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവാണ് കേട്ടോ. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ ചാപ്റ്റേഴ്സിലേക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഫസ്റ്റ് ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. ഞാൻ ആദ്യം പറയാണ്, ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ നല്ലതായിട്ട് എക്സ്പെക്റ്റഡ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫസ്റ്റ് ചാപ്റ്ററിലും ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നോക്കിക്കോളാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് ഫ്രീ ആണ്. സൈക്കോസ്റ്റിൽ നിങ്ങൾക്ക് റിവിഷൻ അറ്റൻഡ് ചെയ്ത് 10 മാർക്കെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പാക്കി തരാം. അത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ 2023 ഡിസംബറിലാണ് എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേച്ചർ ആൻഡ് സ്കോപ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രൈബ് ദ ഗോൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. അഗെയിൻ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് അബൌട്ട് ഇൻ 150 വേർഡ്സ്. എഫക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഓൺ എൻവയോൺമെന്റ്, എഫക്ട് ഓഫ് ഫിസിക്കൽ എൻവയോൺമെന്റ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഡിസ്ക്രൈബ് ദ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു കമ്മ്യൂണിറ്റി ചോദിച്ചിട്ടുണ്ട്. എലുസിഡേറ്റ് വോട്ടിംഗ് ബിഹേവിയർ ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സിൽ വരുന്നതാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ വേരിയസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ചോദിച്ചിട്ടുണ്ട്. മോട്ടിവേഷന്റെ തിയറീസ് നമ്മൾ എന്താ പറയാ, നമ്മൾ മാസ്ലോയുടെ ഹയറാർക്കി അതൊക്കെ തന്നെയാട്ടോ വരുന്നത്. ഡിസ്കസ് ദ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോർട്സ്. സ്പോർട്സിൽ കമ്മ്യൂണിക്കേഷൻ റോള് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ. ഇനി 2023 ജൂണിലേക്ക് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഡിസ്ക്രൈബ് ദ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. അഗെയിൻ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Describe participant observation and case study as a method of data collection in qualitative research. Explain the steps involved in design and implementation of intervention. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടുപിടുത്തം നടത്താനോ ഒരു പ്രശ്നത്തിന്, സോഷ്യൽ സൈക്കോളജി എന്താണല്ലോ, ഒരു പ്രശ്നത്തിന് ഇപ്പൊ ഡ്രഗ് അഡിക്ഷന് നമ്മളൊരു ഒരു പരിഹാര മാർഗം കണ്ടുപിടിച്ചു, അതിനെയാണ് ഇന്റർവെൻഷൻ. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എലുസിഡേറ്റ് സോഷ്യൽ ഡിലേമ. എഗെയിൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ സോഷ്യൽ ഡിലേമ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ കണ്ടോ എല്ലാരും? ആ വീഡിയോ എത്ര പേര് കണ്ടു? അതിൽ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഓഫ് ക്രൈം ആണ് ചോദിക്കുന്നത്. ക്രൈമിൽ എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യാൻ പറ്റാന്ന്. എക്സ്പ്ലെയിൻ വേരിയസ് കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ്. ഡിസ്ക്രൈബ് ഡീപ് കൊഹിഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്പോർട്സ്. അപ്പൊ സ്പോർട്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ടഡ് ആണ്, 2 വന്നിട്ടുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ഹെൽത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നോക്കിയ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ഒരു സാധനം ഇല്ല. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് അബ്നോർമാലിറ്റി ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ബെനിഫിറ്റ് ആൻഡ് ചാലഞ്ചസ് ഓഫ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മൊത്തത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ പിന്നെ ഡെവലപ്മെന്റ് അല്ല, എനിക്ക്
ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേർഡ് ഇയറിലെ പേപ്പർ ഉണ്ട് 111, ആ പേപ്പർ ആയിട്ടാണ് കണക്റ്റഡ്. അപ്പൊ അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി differentiate between social psychology and applied social psychology. Explain applied social psychology as a science. First chapter ആണ് നമ്മൾ എടുത്താണ്. Describe ethics in social psychological research. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. Write short note on the following in about 150 words. Focus ഗ്രൂപ്പും ക്വാണ്ടിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസും ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആയിട്ട് തോന്നുന്നുണ്ട്. ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ദ ലീഗൽ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ പൊളിറ്റിക്കൽ ബിഹേവിയർ. പിന്നെ ഷോർട്ട് നോട്ട് എഴുതാൻ ജോബ് സാറ്റിസ്ഫാക്ഷനും ഗ്രൂപ്പ് തിങ്ക് ആൻഡ് ഗ്രൂപ്പ് പോളറൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ സൈക്കോളജി ക്യാൻ ബി അപ്ലൈഡ് ഇൻ പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് ഹെൽത്തി ബിഹേവിയർ. ഒന്നും വലിയ ബന്ധമൊന്നുമില്ല, എല്ലാം പുതിയ അത്ര ഇടാൻ മാത്രമുള്ള ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇനി ഡിഫൈൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഫസ്റ്റ് ചാപ്റ്ററിലാണ്. ആക്ഷൻ റിസർച്ച്. ഡിസ്ക്രൈബ് തിമാറ്റിക് അനാലിസിസ് ആൻഡ് ഗ്രൗണ്ട് തിയറി കോഡിംഗ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ സോഷ്യൽ പ്രോബ്ലം ആൻഡ് ഡിസ്ക്രൈബ് ദ അപ്രോച്ചസ് ടു സോഷ്യൽ പ്രോബ്ലം. എക്സ്പ്ലെയിൻ സോഷ്യൽ ഡിസൈൻ ആൻഡ് ഡിസ്ക്രൈബ് ദ ഗോൾസ് ഓഫ് സോഷ്യൽ ഡിസൈൻ. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് കാറ്റഗറീസ് ഓഫ് കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ്. പിന്നെ കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ലീഡർഷിപ്പ് സ്റ്റൈൽസും സൈബർ സ്പേസ് ആൻഡ് സെൽഫാണ് 5 മാർക്സിന് ചോദിച്ചിട്ട് ഉള്ളത്. ഓക്കെ ആണോ? സത്യം പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. ഏത് പറഞ്ഞു അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാന് ലാസ്റ്റ് ചാപ്റ്റർ അങ്ങോട്ട് പോവാം. ഒത്തിരി നിങ്ങൾ അതിൽ 172 പേജസ് ഉണ്ട്. സോ ലാസ്റ്റ് ചാപ്റ്റർ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നോക്കിയേ, ഈ ഒരു ചാപ്റ്ററിന് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടി പോവാണ്. ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് ഹെൽത്തി ബിഹേവിയർ. അതായത് ഹെൽത്തും ഹെൽത്തി ബിഹേവിയറും പ്രൊമോട്ട് ചെയ്യാൻ എന്തൊക്കെ സോഷ്യൽ സൈക്കോളജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്തി ബിഹേവിയറിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സൈക്കോളജിയിൽ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും. Okay, the principles of social psychology can be applied not only to understand the health related behavior but also promote such behavior. കണ്ടോ, നമ്മുടെ സോഷ്യൽ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഹെൽത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രമല്ല, ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. Individuals often know that consumption of junk food can have a negative impact on one's health. ജങ്ക് ഫുഡ് കുറെ കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിന് വളരെ കേടാണെന്ന് മനുഷ്യന്മാർക്ക് എല്ലാം അറിയാം, അല്ലേ? ബട്ട് ദേ സ്റ്റിൽ കൺസ്യൂം ജങ്ക് ഫുഡ് ഓൺ എ റെഗുലർ ബേസിസ്, അല്ലേ? ദിവസവും ജങ്ക് ഫുഡ് വിഴുങ്ങും. The same is true with the smoking as well as various other health behavior. അറിയാം, പ്രശ്നങ്ങളൊക്കെ അറിയാം, നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. It can be said that healthy practices, lifestyle and attitude can go a long way in ensuring positive health and well-being of an individual. കണ്ടോ, ഒരു ഹെൽത്തി പ്രാക്ടീസും ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലും വെൽബീയിങ്ങിനും ഒക്കെ നല്ല പോസിറ്റീവ്, അതായത് നല്ല രീതിയിലുള്ളൊരു പിന്നെ ഹെൽത്തും ഹെൽത്തി ബിഹേവിയർ ഒക്കെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനും വെൽബീയിങ്ങിനും ഒക്കെ വളരെ നല്ലതാണ്. Thus, in order to promote health, we need to focus on the relationship between health behavior and health related attitudes. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ബിഹേവിയറും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിലുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. Some of the beliefs that are relevant in the context of relation between health and behavior are health related attitudes. Okay, values with regard to general health, that is interest and concern that the individual has with regard to health. കണ്ടോ, അവിടെ വാല്യൂ കിട്ടണമെങ്കിൽ അയാൾക്ക് അയാളുടെ ഹെൽത്തിനെ പറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കും, ജങ്ക് ഫുഡ് വെട്ടി വിഴുങ്ങിക്കൊണ്ട് ഇരിക്കും. ഡേഞ്ചർ ആൻഡ് ത്രെറ്റ് ടു ഹെൽത്ത് ഡിനോട്ടിംഗ് ദ സിവിയറിറ്റി ഓഫ് ദ ഡിസീസ്, ഡിസോർഡർ ആൻഡ് ഇറ്റ്സ് ത്രെറ്റ്. പിന്നെ എന്ത് മനസ്സിലാക്കണം, ഡേഞ്ചർ അല്ലെങ്കിൽ ത്രെറ്റ്, ഇതൊക്കെ യൂസ് ചെയ്തല്ലോ, പുക വലിച്ചാലോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഉപയോഗിച്ചാലോ ഉണ്ടാവുന്ന ഡേഞ്ചർ അല്ലെങ്കിൽ ത്രെറ്റ് മനസ്സിലാക്കണം, എന്നാലൊക്കെ നമ്മൾ ഇത് എടുക്കുള്ളൂ. ഇൻഡിവിജ്വൽസ് വൾണറബിലിറ്റി ടു ഡിസീസ് ഓർ ഡിസോർഡർ. വൾണറബിലിറ്റി, ഇപ്പൊ നമ്മുടെ പാരന്റ്സിനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ വൾണറബിൾ ആണ്, അല്ലെങ്കിൽ ഒബേസിറ്റി പൊണത്തടി നമ്മൾ വൾണറബിൾ ആണ്. അപ്പൊ അവര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിനോട്ടിംഗ് ഹൗ വൾണറബിൾ he or she thinks he or she is to the disease or disorder. Individual self efficacy, അതായത് കോൺഫിഡൻസ്, എന്നെ കൊണ്ട് പറ്റും, ഈ ഡയറ്റ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ
എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. ഈ സെൽഫ് എഫിക്കസി ഫോർ ഡീലിംഗ് ദ ത്രെറ്റ് ഓഫ് ദി ഡിസീസ് ഓർ ഡിസോർഡർ. ഓക്കെ, ഇതില് ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ്, കുറച്ച് എഴുതിയാൽ മതി. ഇനി നമുക്ക് സോഷ്യൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഹെൽത്ത് ബിലീഫ് മോഡലും, രണ്ടാമത്തത് തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയറും, മൂന്നാമത്തെ സ്റ്റേജസ് ഓഫ് ചേഞ്ച് മോഡലുമാണ്. ഈ മൂന്നെണ്ണാണ് കേട്ടോ. എന്താണ് ഹെൽത്ത് belief model? According to this model, the health related behavior displayed by an individual depend upon ഒരാള് ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ എടുക്കണമെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ നോക്കണം. എന്താണ്? ഫസ്റ്റ് വൺ ആണ് ഹിസ് ഓർ ഹർ പെർസീവ്ഡ് വൾണറബിലിറ്റി, സസ്പെക്റ്റബിലിറ്റി ഓഫ് ഇൽനെസ്. അയാൾ പെർസീവ് ചെയ്യണം, മനസ്സിലാക്കണം ഞാൻ വൾണറബിൾ ആണ്, പുകവലിച്ചാൽ എനിക്ക് ക്യാൻസർ വരും, അല്ലെങ്കിൽ ആ കാര്യം ആള് പെർസീവ് ചെയ്യണം. രണ്ടാമത് സിവിയറിറ്റി ഓഫ് ഇൽനെസ് ആസ് പെർസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽ. ഇനി വന്നാൽ അതിന്റെ സിവിയറിറ്റി എത്രത്തോളം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മൂന്നാമത്തത് ബെനിഫിറ്റ് ഓഫ് ഹെൽത്ത് ബിഹേവിയർ ആസ് പെർസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ. ഇനി ഞാൻ അഥവാ നല്ല ഹെൽത്ത് ബിഹേവിയർ എടുത്താൽ അതുകൊണ്ടുള്ള എനിക്ക് ഗുണം. ഈ 3 മനസ്സിലാക്കിയാൽ നാലാമത്തെ ഉണ്ട് കേട്ടോ. Lastly, the perception with regard or barriers or obstacle regarding the health related behavior. ഇനി എനിക്ക് ഈ എക്സസൈസ് ചെയ്യാനോ പുകവലി നിർത്താൻ പറ്റാത്തതിനോ കാരണമായിട്ടുള്ള ആ ബാരിയർ, ഈ 4 എണ്ണം മനസ്സിലാക്കിയാൽ, അതായത് ഇപ്പൊ ഒരു പുകവലിക്കുന്ന ആള് അയാൾ മനസ്സിലാക്കാണ് എന്റെ അച്ഛന് പുകവലിച്ചിട്ട് ക്യാൻസർ വന്നിട്ടുണ്ട്, ക്യാൻസർ വരാനുള്ള ചാൻസ് എനിക്കുണ്ട്, അതാണ് പെർസീവ്ഡ് വൾണറബിലിറ്റി. ഇനി സിവിയറിറ്റി, അച്ഛന് വന്നപ്പോ അച്ഛന്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് ബോധ്യം വന്നാൽ അച്ഛൻ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടാണ്. മൂന്നാമത്തത് എന്താണ്? ഇനി അഥവാ ഞാൻ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സും എനിക്കറിയാം. നാലാമത്തത് എനിക്ക് നിർത്താൻ പറ്റാത്തത് എനിക്ക് സ്ട്രെസ് അധികം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള വർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, അതുകൊണ്ടാണ് എനിക്ക് നിർത്താൻ പറ്റാത്തത്. ഈ 4 എണ്ണം അയാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഒബ്സ്റ്റക്കിൾ മറികടന്നു കഴിഞ്ഞാൽ അയാൾ ഹെൽത്തി ബിഹേവിയറിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഇത് ബിലീഫ് മോഡലാണ്. ഈ 4 അയാൾ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഹെൽത്തിലേക്ക് പോകാൻ പറ്റും. ഈ 4 അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് സോഷ്യൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ഹെൽത്ത് ബിലീഫ് മോഡലില് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ. അഡ്സന്റെ ആണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിട്ട്. അഡ്സൻ ആണ് കേട്ടോ. ദി തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ അഡ്സൻ ആൻഡ് ഇസ് മെയിൻലി ഹൈലൈറ്റ് ബിഹേവിയർ ഇന്റൻഷൻ ഓഫ് ഇൻഡിവിജ്വൽ ദാറ്റ് ക്യാൻ പ്ലേ എ റോൾ ഇൻ ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയർ. ഇന്റൻഷൻ ആണ്, ബിഹേവിയറൽ ഇന്റൻഷൻ ആണ്. ആൻഡ് ബിഹേവിയർ ഇന്റൻഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ബൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ബിഹേവിയർ. ആ ബിഹേവിയറിനോടുള്ള ആറ്റിറ്റ്യൂഡ് ആണ്. An attitude toward behavior is determined by attitude. എങ്ങനെയാ വരുന്നത്? The belief and evaluation relate outcome of the following certain health related behavior. അതായത് ബിലീഫ് ആൻഡ് ഇവാലുവേഷൻ, ഔട്ട്കമ്മിനെ പറ്റിയിട്ടുള്ള ബിലീഫും ഇവാലുവേഷൻ. വലിച്ചാൽ എന്തായാലും എന്താണ് ക്യാൻസർ വരും എന്നും വരാം, അല്ലെങ്കിൽ ഇപ്പൊ എത്രയോ ആൾക്കാർ വലിക്കുന്നു, അവർക്കൊന്നും ക്യാൻസർ വരുന്നില്ല, പിന്നെ എനിക്ക് മാത്രം. ഏതാണോ അയാളുടെ ബിലീഫ് ആൻഡ് ഇവാലുവേഷൻ, അതാണ് ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ്. രണ്ടാമത്തത് സബ്ജക്റ്റീവ് നോംസ് that denote the belief related expectation and significant others. Subjective norms, ഞാൻ ആകെ ഡെയിലി ഒന്നല്ലേ വലിക്കുന്നുള്ളൂ, എനിക്ക് വരാനുള്ള ചാൻസ് ഇല്ല. സബ്ജക്റ്റീവ് നോംസ്. ആൻഡ് ദ മോട്ടിവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു ഫോളോ ദ ഹെൽത്ത് റിലേറ്റഡ്. എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ വീട്ടുകാർ കഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്റെ അത്ര പൈസ ഒന്നുമില്ല ചികിത്സിക്കാൻ. ഇത് 3, അതായത് അയാൾ എങ്ങനെ അയാളുടെ ബിലീഫ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അയാൾക്കായിട്ട് എങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അയാൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആവുന്നു, അതിനനുസരിച്ചായിരിക്കും അയാൾ ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയർ എടുക്കുക. അതായത് ഇപ്പം അയാൾ ഇവാലുവേറ്റ് ചെയ്യണോ, കുറെ എണ്ണം വലിച്ചു വെച്ച് വരുമൊന്നുമില്ല. ഇനി എന്താണ്? സിഗ്നിഫിക്കന്റ് അതേഴ്സിന്, എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും ഇത് വലിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വലിയ മോട്ടിവേഷനും ഇല്ല, അയാൾ ഒരു എക്സസൈസോ പുകവലി നിർത്താനോ പോകുന്നില്ല. നേരെ മറിച്ച് അയാൾ വിചാരിക്കുകയാണ് വലിച്ചാൽ ക്യാൻസർ വരും, വന്നു കഴിഞ്ഞാൽ എന്റെ സിഗ്നിഫിക്കന്റ് അതേഴ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്റെ ഭാര്യ മക്കളോ അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ടവർ ഒത്തിരി കഷ്ടപ്പെടും, എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാവും എന്നാണ് തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയറിൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അവരുടെ ഹെൽത്ത് ബിഹേവിയർ എടുക്കാൻ സ്റ്റേജ് മോഡൽ ഉണ്ട്. 4 സ്റ്റേജിലൂടെ, 6 സ്റ്റേജില്ലേ, 5 സ്റ്റേജിലൂടെ കടന്നു പോകും എന്നാണ് പറയുന്നത്. പ്രൊച്ചസ്ക ആൻഡ് ഡെക്ലിമെന്റയുടെ ആണ് നമ്മുടെ സ്റ്റേജസ് ഓഫ് ചേഞ്ച് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ കണ്ടംപ്ലേഷൻ. അയാൾക്ക് നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ദ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ഇന്റന്റ് ചേഞ്ച് ബിഹേവിയർ. അയാൾക്ക് പുകവലി നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഇനി കണ്ടംപ്ലേഷൻ ഉണ്ട്, റിയലൈസേഷൻ ആൻഡ് കണ്ടംപ്ലേഷൻ റിഗാർഡിംഗ് നീഡ് ടു ചേഞ്ച് ദ ബിഹേവിയർ. ഇവിടെ ആലോചിക്കാണ്, നിർത്തിയാലോ എന്ന് ആലോചിക്കുന്ന ആ പീരീഡ് ആണ് കണ്ടംപ്ലേഷൻ പീരീഡ്. അപ്പോൾ നിർത്താൻ ആലോചന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മൂന്നാമത്തെ പ്രിപ്പറേഷൻ ആണ്. അയാള് എന്താണ്? സ്റ്റെപ്സ് ആൻഡ് മെഷർ ടു ചേഞ്ച് ബിഹേവിയർ.
പതുക്കെ എണ്ണം കുറച്ചു. ദിവസവും 10 പാക്കറ്റ് നമ്മളെ ജാൻമോണിദാസ് പറഞ്ഞു, ഞാൻ 10 പാക്കറ്റ് വലിക്കും ഡെയിലി. ആ 10 പാക്കറ്റ് എന്നുള്ളത് ഒരു 5 പാക്കറ്റ് ആക്കി, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് എന്നുള്ളത് 4 എണ്ണം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രിപ്പറേഷൻ പീരീഡാണ്. തുടങ്ങി, സ്റ്റെപ്സ് എടുത്തു. ഇനി ആക്ഷൻ ആണ് ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ബിഹേവിയർ. നന്നായിട്ട് കുറയ്ക്കാൻ തുടങ്ങിയാൽ അത് ആക്ഷൻ സ്റ്റേജ് ആണ്. 5ാമത്തത് മെയിൻ്റെനൻസ് ആണ്. നിർത്തി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ തുടങ്ങാതിരിക്കാൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. Maintaining the change behavior based on the model discussed above, various intervention strategies can be developed to promote health. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഈ താഴെ പറഞ്ഞ ഏത് മോഡൽ വെച്ചിട്ടും നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. സോഷ്യൽ സൈക്കോളജി പ്രകാരം ഹെൽത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 മോഡലാണുള്ളത്. തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയർ, സ്റ്റേജ് മോഡൽ, ഹെൽത്ത് ബിലീഫ് മോഡൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ എല്ലാരും ഒന്ന് പറഞ്ഞേ. 14 പാഠമുണ്ട് കേട്ടോ. ഇനി 13ാമത്തെ പാഠത്തിൽ എന്താ ഉള്ളത് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു സോഷ്യൽ മീഡിയ. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. ഈ അടുത്തൊരു പെൺകുട്ടി സൈബർ ബുള്ളിങ്ങും അതുകൂടാതെ പീഡനവും ഒക്കെ കാരണം അല്ലേ. ഇപ്പം സൈബർ ബുള്ളിങ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ. എങ്ങനെ പോയാലും ഒരാഴ്ചയിൽ ഒരു കേസ് ഉണ്ടാവും സൈബർ ബുള്ളിങ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. കേട്ടാൽ നമ്മൾ മടുത്തു പോകുന്ന രീതിയിലൊക്കെയുള്ള കേസസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. നമ്മള് സോഷ്യൽ സൈക്കോളജി എടുക്കുമ്പോൾ അപ്ലൈഡും സോഷ്യലും എടുക്കുമ്പോഴാണ് ഞങ്ങൾ സൈക്കോസിൽ ഏറ്റവും കൂടുതൽ സമകാലീന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുള്ളതും നല്ല ഡിസ്കഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്ലൈഡ് ആയാലും സോഷ്യൽ സൈക്കോളജി ആയാലും. കാരണം നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ പഠിക്കേണ്ട ഒരു വിഷയമൊന്നും അല്ല കേട്ടോ ഇത്. എവറിത്തിങ് കംസ് വിത്ത് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്. സോ ഡസ് ദ റെവല്യൂഷൻ ഓഫ് സോഷ്യൽ മീഡിയ. എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട്. അയ്യോ ആരാ വരുന്നത്? വാതില് കുറ്റിയിടാൻ മറന്നുപോയി. എന്താ ഇങ്ങ് പോന്നേ? ഞാൻ ക്ലാസ് എടുക്കല്ലേ? ഇണ്ടാതിരിക്കോ? കുട്ടിക്ക് നാളെ പരീക്ഷ ആണ് കേട്ടോ. എന്തേ? Okay. Everything comes with its pros and cons. So as the revolution of social media. Social media നല്ലതിനും ചീത്തതിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം. It has become an important part of people's life today to be communicate with others or get work done. അല്ലേ? രാവിലെ കണ്ണ് തുറന്ന നേരെ ഒന്നെങ്കിൽ വാട്സാപ്പിലേക്ക്, ഇൻസ്റ്റാഗ്രാമിലേക്ക്, ഫേസ്ബുക്കിലേക്ക് കൂടി പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. Programmers, developers on networking sites keep making changes on network or make it user-friendly, accessible and productive to users. ഒത്തിരി മാറ്റങ്ങൾ ഇങ്ങനെ സക്കർബർഗ് ആയാലും വിളിച്ച് പാട്ട് പോകുന്നതാണോ ഇങ്ങോട്ട്? യൂസർ ഫ്രണ്ട്ലി ഒക്കെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Being a very exciting model of digital communication, social media is full of opportunities to get educated and educate others. പല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എഡ്യൂക്കേഷനും ഒക്കെ അതിൽ വരുന്നുണ്ട്. All users must be aware that they have to be responsible in its use. എല്ലാ യൂസേഴ്സും അവെയർ ആയിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കുട്ടികളെ നമ്പറൊക്കെ ചൂണ്ടിയെടുത്ത് അവർ തന്നെത്താനൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പബ്ലിക് ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അങ്ങനെ പല സാധനങ്ങൾ വരും. നമുക്ക് ഒറ്റൊരു ബ്ലോക്കിൽ അത് തീർക്കാം, താല്പര്യമില്ല എന്ന് പറയാം. നമ്മൾ ആരും വെറുപ്പിക്കാനൊന്നും വരില്ല. നമുക്കത് അറിയൂല, ഒറ്റ ബ്ലോക്ക് ചെയ്താൽ മതി. ഞങ്ങൾക്ക് നിങ്ങളോട് അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കത് താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ബ്ലോക്ക് ബട്ടൺ, റിപ്പോർട്ട് സ്കാം അടിച്ചൊരു ബ്ലോക്ക് ചെയ്താൽ പിന്നെ അതിന് മെസ്സേജേ വരില്ല. അതാണ്. അപ്പൊ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം അത് യൂസ് ചെയ്യുമ്പം. വാട്ട് ഇസ് പുട്ട് അപ്പോൺ മീഡിയ സൈറ്റ്സ് ബിക്കം എ റിഫ്ലക്ഷൻ ഓഫ് ടു വൺ സെൽഫ് ആൻഡ് ഇസ് അവൈലബിൾ ഫോർ അതേഴ്സ് ടു സീ, ഷെയർ, സ്റ്റോർ, എഡിറ്റ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. നമ്മൾ എന്തെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയ, ഈവൻ നമ്മൾ ഇപ്പം നേരിടുന്ന പ്രശ്നമാണ് കുട്ടികളൊക്കെ ഈ നേക്കഡ് ഫോട്ടോസ് ഒക്കെ അയച്ചിട്ട് എന്തും ഇപ്പൊ ഭർത്താവ് ഭാര്യന്റെ ഫോട്ടോസ് ഒക്കെ ചോദിക്കാറുണ്ട്. പ്രശ്നമാണ്. കാരണം ഇത് തേർഡ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ബോധമാണ് നമുക്ക് വേണ്ടത്. Hence, it is extremely essential that any user of networking sites or any form of social media is aware, responsible and sensible
to their online behavior. അതുകൊണ്ട് തന്നെ എല്ലാ യൂസറും അവെയർ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം ഓൺലൈൻ ബിഹേവിയർ. നോക്കിക്കേ, അക്കോർഡിംഗ് ടു ഹവാർഡ് യൂണിവേഴ്സിറ്റി റിസർച്ചർ Tavlo Hines, the moment a person gets into social media notification, the brain release a chemical messenger or a neurotransmitter called dopamine that makes a person feel good. കണ്ടോ, ഒരു ക്ലിക്ക് മതി നമുക്ക് ഡോപ്പമിൻ ഉണ്ടാവുന്നുണ്ടെന്ന് സ്റ്റഡി തെളിയിച്ചിട്ട് നമ്മൾ ആ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അത്രയും മതി കേട്ടോ ഇൻട്രൊഡക്ഷൻ. ഇനി social psychology behind social media is based on the following major activities. പോയിക്കോട്ടോ, പോകുന്നില്ല, ഒരു മിനിറ്റ്. ഏടോ കുപ്പായൊന്നും ഇട്ടിട്ടില്ല, കുപ്പായൊന്നും ഇട്ടിട്ടില്ല, എല്ലാരും കാണൂലേ? പ്രീ ക്ലാസ് Come on, Dadu. Na? Nafka? Na? Na? Zaina? ആയിട്ടില്ല, അവര് കാണൂലേ കുഞ്ഞിനെ. ഇപ്പൊ എവിടുന്നാ പൊന്തി വന്നേ? I am the sorry. ചാടി വന്നതാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ സോഷ്യൽ സൈക്കോളജി ബിഹൈൻഡ് സോഷ്യൽ മീഡിയ. സോഷ്യൽ സൈക്കോളജി സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മെയിൻ ആയിട്ട് വരുന്നത് കുറച്ച് കാര്യങ്ങളാണ്. പോസ്റ്റേഴ്സ്. പീപ്പിൾ പോസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ബിക്കോസ് ദേ ജനറലി ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദംസ്. അല്ലെ, നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നൊക്കെ നമ്മളെ പറ്റി നാലാൾ അറിയാൻ വേണ്ടിട്ട് തന്നെ. ദ വേൾഡ് അറൗണ്ട് ദം ഓർ മാറ്റേഴ്സ് ഓഫ് കൺസേൺ. ടോക്കിംഗ് ഫേസ് ടു ഫേസ് ക്യാൻ ബി ചാലഞ്ച്. അല്ലേ, ചില കോഡ്സ് ഒക്കെ മെസ്സേജ് ഇടുന്ന കണ്ടാൽ മനസ്സിലാക്കി അത് നമുക്കുള്ള എല്ലാവർക്കോ വെച്ചിട്ടുള്ളതാണ്. അതാണ് ഇവിടെ. ടോക്കിംഗ് ടു ഫേസ് ക്യാൻ ബി ചാലഞ്ച് ടു സം പീപ്പിൾ, സോ പീപ്പിൾ മേ ചൂസ് ടു അവോയ്ഡ് ഇറ്റ്. നേരിട്ട് പറയാൻ പറയാനുള്ള കാര്യം എന്താക്കും, ഒരു സ്റ്റാറ്റസ് അങ്ങ് അല്ലേ. ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ഗിവ്സ് ദം ടൈം ടു കൺസ്ട്രക്ട് ആൻഡ് റിഫൈൻ വാട്ട് ദേ വാണ്ട് ടു സേ വിത്ത് നോ റഷ്. കണ്ടോ, ഒരു റഷും ഇല്ലാണ്ട് നമുക്ക് പറയുന്നതൊക്കെ പറയാം, മൊത്തത്തിൽ പറയാൻ മടിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാരണം, പോസ്റ്റ് ചെയ്യാനുള്ള. സൈക്കോളജിസ്റ്റ് കോൾ ദ സെൽഫ് പ്രസന്റേഷൻ എന്നാണ് സൈക്കോളജിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്നത്. പിന്നെ ഷെയർസ്. ഹ്യൂമൻ ടെൻ ടു ഹാവ് ആൻ ഇമ്പൾസ് ടു പാസ് ഇൻഫർമേഷൻ. അല്ലെ, ഇപ്പൊ നമ്മുടെ സ്നേഹബന്ധം കാണിക്കുന്നത് ഞാൻ എന്റെ ഹസ്ബൻഡ് ഒക്കെ ആണെങ്കിൽ റീൽസ് ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങള് നല്ല കോമഡിക്കുള്ള റീലൊക്കെ അല്ലെ, അതും ഒരു ഭാഗമായി. ജസ്റ്റ് ദ തോട്ട് ഓഫ് ഓൺലൈൻ ഷെയറിംഗ് ആക്ടിവിറ്റീസ് ദ ബ്രെയിൻ റിവാർഡ് സെന്റേഴ്സ്. കേട്ടോ, ബ്രെയിൻ റിവാർഡ് സെന്റേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് തരുന്നുണ്ട് എന്നാ പറയുന്നത്. People share to remain connected to others, while many others may share to give a better picture of who they are and what they care about. നമുക്ക് നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരൊക്കെ ഷെയർ ചെയ്യും അല്ലെ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് അയാളോട് കണക്ട് ആയിരിക്കാൻ. ഇപ്പോഴത്തെ ഒരു സ്നേഹബന്ധം അങ്ങനെ തന്നെ, ഞങ്ങൾ ഒരു റൂമിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഇപ്പൊ ഒരു ലവ് ലാംഗ്വേജ് ആയി മാറിയിട്ടുണ്ട്. പിന്നെ ലൈക്സ് അല്ലെ, ലൈക്കിങ് അതർ പോസ്റ്റേഴ്സ് ആർ സീൻ. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കാൻ ഒന്നും പറ്റൂല. ഞാൻ എന്റെ പല സ്റ്റുഡൻസിനോടും ബന്ധം നിർത്തുന്ന അവരുടെ സ്റ്റാറ്റസിന് ഒരു തംസ് അപ്പ് ഇട്ടിട്ടോ ഒരു സ്മൈലി അയച്ചിട്ടോ. അതാണ് എന്റെ ഒരു എന്താണ് connection language എന്ന് പറയുന്നത്. Liking others' posts are seen of maintaining connection and relationship. When people like each other's posts, they feel that they are reinforced the connections. കാരണം കണക്ഷൻ നിലനിർത്തുകയാണ് റിലേഷൻ. The likes are also create a reciprocity effect where others feel obliged to reciprocate a positive message. അതുകൊണ്ട് തന്നെ അപ്പൊ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സുഖാണോടാ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ലൈക്സ്. Any comments? This section allows people to share their experience of something. Commenting or responding to comments can be performed an appreciation, feedback, suggestion for change, reviews, etc. ഒരു കമന്റും എന്ത് ചെയ്യുന്നുണ്ട്, ആ കണക്ഷൻ നിലനിർത്തുന്നുണ്ട്. ഒരു ബർത്ത്ഡേ പിക്ചർ ആണ്, ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുമ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ നിലനിർത്തുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ സോഷ്യൽ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ നമ്മളെ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ആരാന്ന് അറിയിക്കാനും നമ്മുടെ വ്യൂ പോയിന്റ്സ് അറിയിക്കാനും ഒക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്നാണ്, ചുമ്മാതല്ല. അപ്പൊ നല്ല കാര്യമാണ്, പോസ്റ്റും ഷെയറും ലൈക്കും കമന്റും ഒക്കെ നല്ലതാണ്. അമിതമായാൽ മൃദും വശം. ഓക്കെ ആണോ?
ഓക്കെ ആണോ? യെസ് മാം. ഇനി 12ാമത്തെ ചാപ്റ്റർ ആണ്. ലീഡർഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലീഡർഷിപ്സിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്. ലീഡർഷിപ്പ് ഓക്കെ. യക്കൽ 1998 define leadership as a process in which the members in a group are influenced by one of the member in the group. ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒരാളെ ഇൻഫ്ലുവൻസ് ആവും, അയാളായിരിക്കും ലീഡറായിട്ട് മാറുക. പിന്നെ ഷെഡ്ഗോക്കർ ആണ് ലീഡർഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. ഡിഫൈൻ ലീഡർഷിപ്പ് ആസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് വൺ പേഴ്സൺ, ദ ലീഡർ, influencing the other person or members of the group, the followers, in order to achieve the purpose of objective of the group. കണ്ടോ, ആ ഒരു ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരാളെ എന്ത് ചെയ്യാണ്, ഫോളോ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ലീഡർഷിപ്പ്. ഇനി തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ഏതൊക്കെയാണെന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ലീഡർഷിപ്പ് ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് തിയറീസ്. എങ്ങനെയൊക്കെയാണ് ലീഡർഷിപ്പ് ഉണ്ടാവുന്നതെന്ന് കുറെ തിയറിയിലൂടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്താണ്, ദ ഗ്രേറ്റ് പേഴ്സൺ തിയറി. അതായത് ഈ ഗ്രേറ്റ് പേഴ്സൺ തിയറിയിൽ പറയുന്നത് ഒരു ലീഡർ ജനിക്കുകയാണ്, അതായത് ഇൻബോൺ ആണ് ലീഡർ. അതായത് ലീഡ് ചെയ്യാനുള്ള കഴിവ് ഇൻബോൺ ആണ്, അല്ലെങ്കിൽ എന്താണ് ജനിക്കുമ്പോഴേ ഉണ്ടാവും എന്നുള്ളതാണ്. അയാളുടെ ഡിസ്പൊസിഷൻ അല്ലെങ്കിൽ അയാളുടെ characteristics ആണ് leadership എന്ന്. The theory states that a prominent leader displays certain factors that are inherent and disposition. ലീഡേഴ്സ് കാണിക്കുന്ന ചില സ്വഭാവങ്ങളൊക്കെ ഇൻഹറന്റ് ആണ്, അതായത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ഡിസ്പൊസിഷണൽ ആണ്, അതായത് അയാളുടെ പിന്നെ സ്വഭാവ ഗുണമാണ്. The theory also emphasizes that there are certain traits that are commonly displayed by the leaders. ഈ തിയറിയിൽ ലീഡേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്, അത് ഇൻബോൺ ആയിട്ട് കിട്ടുകയെന്നും പറയുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഹൈ എക്സ്ട്രാവേർഷൻ, ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും ഒരു ലീഡർ, ഓപ്പൺ ആയിരിക്കും. ദ തിയറി ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഓഫ് എറർ ഓഫ് ആട്രിബ്യൂഷൻ. അനുമാനം ഇല്ലാത്തതിനെ കൊണ്ട്, ആ അനുമാനം എന്നുള്ള കാര്യം ഇല്ലാത്തതിനെ കൊണ്ട് ഈ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്യാറുമുണ്ട്. അപ്പൊ ഗ്രേറ്റ് പേഴ്സൺ തിയറിയിൽ എന്താ പറയുന്നത്, ഒരു നേതാവ് ജനിക്കുന്നതാണ്, അതായത് ആ സ്വഭാവത്തോട് ഇൻഹറന്റ് ആൻഡ് ഡിസ്പൊസിഷനിലാണ്. ഇനി കണ്ടിജൻസി മോഡൽ എന്താ പറയുന്നത്, ദ മോഡൽ സ്റ്റേറ്റ് ദാറ്റ് ദ ബിഹേവിയർ ഓഫ് ദി ലീഡർ ആർ സിറ്റുവേഷണൽ ആണ് എന്നാണ്. അതായത് ഒരു ലീഡർഷിപ്പ് സ്റ്റൈല്, ഇപ്പൊ സ്കൂളിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ഒരിക്കലും ഒരു ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഓഫീസിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഒരിക്കലും എവിടെ പിന്നെ എന്താ പറയാ ഒരു കോളേജിൽ യൂസ് ചെയ്യാം. അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ വരുന്നത്. അതായത് ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് സിറ്റുവേഷണൽ ഡിറ്റർമിനൻസ് ഡിറ്റർമൈൻ ദ ലീഡർഷിപ്പ്. Thus, besides the dispositional factors, the great person theory focus on the situational factor are given equal importance. Under this model, we can discuss about the task-oriented leader and relations-oriented leader. കണ്ടോ, ടാസ്ക്-oriented ലീഡറും റിലേഷൻഷിപ്പ്-oriented ലീഡറും ഉണ്ട് അല്ലെ. ശരി, ഇപ്പം ഞാൻ സൈക്കോളജിയുടെ കേസിൽ ഒരു ലീഡർഷിപ്പ് തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ലീഡർ ആവാൻ പറ്റില്ല. അതാ പറയുന്നത്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് സിറ്റുവേഷൻഷിപ്പിനനുസരിച്ചിട്ടാണ് ലീഡർഷിപ്പ് വരുന്നത് എന്നാണ് കണ്ടിജൻസി മോഡലില് പറയുന്നത്. മൂന്നാമത്തെ തിയറി സോഷ്യൽ ഐഡന്റിറ്റി തിയറിയാണ്. The theory states that being a part of a group, a social identity is shared by the leader and the group members. കണ്ടോ, being a part of a group, a social identity shares by the leader and the group members. ഒരു സോഷ്യൽ ഐഡന്റിറ്റി ആണ് അവർ ഫോം ചെയ്യുന്നത്. അതായത് the group members are likely to support the leader because she reflects the group identity. ചിലതെന്താണ്, ആ ഗ്രൂപ്പിന്റെ ഒരു മുഖമുദ്ര അതിനെ കൊണ്ടാണ്. ഇപ്പം നമ്മൾ കണ്ണടച്ച് ചില രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ ആ പാർട്ടിയിലെ അണികൾ താങ്ങാറുണ്ട്. ബിക്കോസ് ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് അയാൾ, സോ അയാളെ താങ്ങിയേ മതിയാവും എന്നുള്ള രീതിയിലാണ്. അതായത് ഈ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റിയാണ് ഇയാൾ, സോ ഇയാളെ എന്തായാലും നമ്മൾ ഫോളോ ചെയ്യണം എന്ന് നിർബന്ധം. അതാണ് സോഷ്യൽ ഐഡന്റിറ്റി തിയറിയിൽ പറയുന്നത്. ഇനി ട്രാൻസാക്ഷണൽ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ഡിനോട്ട് ദാറ്റ് ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. ദ ഫോക്കസ് ഓഫ് ദിസ് ലീഡർഷിപ്പ് ഇസ് ഓൺ റിവാർഡ് പണിഷ്മെന്റ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ലീഡർ ഓർഡർ ടു എൻഷുർ ദ പെർഫോമൻസ് ഓഫ് ടീം മെമ്പർ. ട്രാൻസാക്ഷൻ പറഞ്ഞാൽ എന്താണ്, അടിച്ചമർത്തിയിട്ട് ലീഡർ ആവാം. അതായത് ട്രാൻസാക്ഷണൽ ലീഡറിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ അയാൾ വേറെന്തായിരുന്നു, ഹിറ്റ്ലർ. അയാള് ഫുൾ എന്താ പണിഷ്മെന്റ്സ് കൊടുത്തിട്ടാണല്ലോ ലീഡർ ആയത്.
ഇനി ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കാണിച്ചു കൊടുക്കും, എന്നിട്ട് അതാണ് ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മൾ ആദ്യം നന്നായിട്ട് കാണിച്ചു കൊടുക്കും, എന്നിട്ടാണ് നമ്മൾ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അതാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ്. ഇൻസ്പയർ, മോട്ടിവേറ്റ്, എൻകറേജ് ദ ഗ്രൂപ്പ് ഓർ ടീം മെമ്പേഴ്സ് ടു അച്ചീവ് ദ ഗോൾ. നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കാം, ഞാൻ ഇങ്ങനെയാണ്, അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് നമ്മളെ ഫോളോ ചെയ്തുകൊള്ളും. ഞാൻ എപ്പോഴും നോട്ട്സ് ഞാൻ കൈപടകൊണ്ട് എഴുതും, ഇതുപോലെ നിങ്ങൾ എഴുതുമെന്ന് പറയും. അങ്ങനെ ഞാൻ കാണിച്ചു തരാറുണ്ട് എപ്പോഴും നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പിനൊക്കെ വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ സ്ത്രീകളെ വീട്ടിലിരിക്കരുത്, ജോലി വേണം, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, കല്യാണം കഴിയുന്നതോ കുട്ടികൾ ഉണ്ടാകുന്നതോ ജോലിക്കോ നിങ്ങളുടെ പഠനത്തിൽ തടസ്സമാണ്. ഞാനത് കാണിച്ചു കൊടുക്കാറുണ്ട്. ബൈ ദ ഗ്രേസ് ഓഫ് ഓൾ മൈറ്റി ഒത്തിരി പേര് അതിൽ എന്താ പറയുക ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ദാറ്റ് ഇസ് ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ കാണിച്ചു കൊടുക്കുക, അവർ ഇൻഫ്ലുവൻസ് ആയിക്കോളും. അതാണ് ട്രാൻസാക്ഷൻ അടിച്ചമർത്തി ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ തന്നെ കാണിച്ചു കൊടുത്തത്. ഇനി മൾട്ടി ഡയമെൻഷണൽ മോഡൽ ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ദ മോഡൽ സജസ്റ്റ് ദാറ്റ് ഹൗ എഫക്റ്റീവ് എ ലീഡർ ഇസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡൈനാമിസം ഓഫ് ദി ലീഡർ ആൻഡ് ഓൾസോ ദ പാറ്റേൺ ഓഫ് ഇൻസ്ട്രക്ഷൻ between the leader and the group or team members. The model also suggests that there is a need for balance between the behavior of the leader, the leadership performed by the group members, the behavior as per the demand of the situation, in order to increase satisfaction among the team members and to enhance their performance. കണ്ടോ, ഇവിടെ മൾട്ടി ഡയമെൻഷൻ പറയുന്നത് എന്താണ്? അവിടെ ലീഡറും ഫോളോവേഴ്സും ആ സിറ്റുവേഷനും അതിനനുസരിച്ചിട്ടായിരിക്കണം. ഇപ്പൊ വലിയ കർക്കശനക്കാരൻ പട്ടാളക്കാരനെ കൊണ്ടിട്ട് എൽ കെ ജി കുട്ടികളുടെ പ്രിൻസിപ്പൾ ആക്കി കഴിഞ്ഞാൽ നടക്കണ കേസല്ല. അവിടെ അയാളുടെ ലീഡർഷിപ്പ് ഓക്കെയാണ്, പക്ഷെ ഫോളോവേഴ്സ് അയാൾക്ക് പറ്റിയതുമല്ല, സിറ്റുവേഷൻ അയാൾക്ക് പറ്റിയതല്ല. ഇത് മൂന്നും കൂടി ഒത്തു വന്നാലേ ഒരു ലീഡർഷിപ്പ് വർക്ക്ഔട്ട് ആവത്തുള്ളൂ. തിയറി, കണ്ടിജൻസി മോഡല്, സോഷ്യൽ ഐഡന്റിറ്റി തിയറി, ട്രാൻസാക്ഷണൽ ആൻഡ് ട്രാൻസ്ഫോർമേഷനിൽ മൾട്ടി ഡയമെൻഷണൽ മോഡൽ ഓഫ് ലീഡർഷിപ്പ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി കുറച്ച് ലീഡർഷിപ്പിന്റെ സ്റ്റൈലുകൾ പറയുന്നുണ്ട് കേട്ടോ. 3 മെയിൻ ആയിട്ടിട്ട്. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലേസിയസ്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അട്ടാളച്ചിട്ട അങ്ങോട്ട് പറയണേ, അങ്ങോട്ടൊരു അക്ഷരം മിണ്ടാൻ പറ്റൂല, പണിഷ്മെന്റും കൊണ്ട് കൺട്രോൾ ചെയ്യാം. അതാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈല്. ചില സ്ഥലത്ത് ഇത് വേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ കർക്കശമായിട്ട് പോണ്ട ഒരു ലബോറട്ടറി പോലെയുള്ള സ്ഥലത്ത് വേണ്ടി വരും. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ല ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ. In this style, the leader has control and will take the decision with regard to the group, and often the point of view or operation of the group members is not taken into consideration. അതായത് അയാളെ ഡിസിഷൻ ഒറ്റയ്ക്ക് എടുക്കും, മറ്റൊരാൾക്കും. അതായത് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഒരു ഓപ്ഷൻ ഒന്നും ചോദിക്കത്തില്ല, അയാളൊരു ഡിസിഷൻ എടുക്കും. നാളെ മുതൽ നിങ്ങൾക്ക് ലൈറ്റ് ഷിഫ്റ്റ് ആണ്, അയാൾ അങ്ങോട്ട് പറയും ഇവർക്ക് പറ്റുമോ പറ്റില്ലെന്നൊന്നും ചോദിക്കില്ല. അയാളൊരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ് എടുക്കുന്നത്. ഇനി ഡെമോക്രാറ്റിക് ആണെങ്കിലോ, ഡെമോക്രസി എന്ന് പറയുന്ന പോലെ തന്നെ വളരെ നിഷ്പക്ഷപരമായിട്ട് അയാളുടെ തീരുമാനം പറയും, അവരെ കേൾക്കും, അവരുടെ അഭിപ്രായം നോക്കും, അവരുടെ കാര്യങ്ങളും കൂടി നോക്കിയിട്ടായിരിക്കും. ഏറ്റവും നല്ല സ്റ്റൈൽ ഡെമോക്രാറ്റിക് സ്റ്റൈലാണ്. ഇൻ ദി സ്റ്റൈൽ ദ ലീഡർ വിൽ നോട്ട് റീറ്റെയിൻ ദ കൺട്രോൾ വിത്ത് ഹിംസെൽഫ് ഹെർസെൽഫ് ബട്ട് വിൽ പ്രൊമോട്ട് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗ്രൂപ്പ്. അതായത് അയാൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കില്ല, മറ്റുള്ളവരെയും കൂടി ആലോചിച്ച് വളരെ യോജിച്ചൊരു തീരുമാനം എടുക്കുന്ന ടൈപ്പുള്ളതാണ് ഡെമോക്രാറ്റിക്. ഏറ്റവും നല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാത്തിലും സൈക്കോളജി യൂസ് ചെയ്ത് ഞാനൊരു ഓർഗനൈസേഷൻ, 2 ഓർഗനൈസേഷൻസ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്, സൈക്കോസ്റ്റ് ആൻഡ് അഫാസ് വെൽനസ്. ഞാൻ ഡെമോക്രാറ്റിക് സ്റ്റൈലാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. എൻ്റെ ഒരു ഓട്ടോക്രാറ്റിക് ആയാലും എപ്പോഴും നശിച്ചു. ഇനി ലേസിയസ് പെയർ, അവിടെ അങ്ങനെ ഒരു ലീഡർ ഉണ്ട് എന്ന് പോലെ തോന്നൂല. ബാക്കിയുള്ളവർ അവരവരെ സ്വന്തക്കാരൻ, അങ്ങനെ ലീഡർ ഉണ്ട്, പേരുണ്ട് എന്നായില്ല. In this style, the leader will not be much involved and the group members lead the decision and work in the direction. ഉണ്ടോ, അവിടെ ലീഡർ അങ്ങനെ ഇൻവോൾവ് ആവില്ല, ഗ്രൂപ്പ് മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡിസിഷൻ എടുത്ത് അവരങ്ങനെ പോവാം. അയാൾ അവിടെ ഒരു പാവ പോലെ ഉണ്ടാവും, വലിയ ഉപകാരം ഉണ്ടാവും. The leader, like the captain or coach in the sports team, help define roles for team members to play. Roles are expected. ഇതൊന്നും വേണം, ഇത്രയും മതി കേട്ടോ. അപ്പൊ ലീഡർഷിപ്പ് തിയറീസും ലീഡർഷിപ്പ് സ്റ്റൈൽസും 6 തിയറിയും 3 സ്റ്റൈലുകളാണ്. ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. സ്പോർട്സ് എൻ്റെ അടുത്ത് ഇതുണ്ട്, വോയിസ് ഉണ്ട് കേട്ടോ. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എടുത്തതാണെങ്കിലും സ്പോർട്സിന് വോയിസ് ഞാൻ ഇട്ട ഗ്രൂപ്പിൽ കേട്ടോ. സ്പോർട്സിന് ഇനിയാണ്
എഡ്യൂക്കേഷണൽ ക്ലാസ് റൂം വല്ലാണ്ട് കണ്ടിട്ടില്ല. കടലാണ് മക്കളെ, കടൽ. ഇനി വർക്ക് മോട്ടിവേഷനും ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷനും കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന്റെ വോയിസ് ക്ലാസ്സുകൾ എന്റെ അടുത്തുണ്ട്, അയച്ചുതരാം കേട്ടോ. വർക്ക് മോട്ടിവേഷൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ എന്താണ് വർക്ക് മോട്ടിവേഷൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആർ ടു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ സെറ്റപ്പ്. ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വർക്ക് മോട്ടിവേഷൻ, പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ. Okay, these are two components great extent determine the work performance of employee. ഒരു എംപ്ലോയിക്ക് വർക്ക് നന്നായിട്ട് കൊണ്ടുപോകണം, ഈ രണ്ട് സാധനം വേണം. ഒന്ന് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ, രണ്ടാമത്തെ അയാളുടെ ജോലിയോടുള്ള സാറ്റിസ്ഫാക്ഷൻ. എനി ഓർഗനൈസേഷൻ ഡസ് നീഡ് ടു ഫോക്കസ് ഓൺ വർക്ക് മോട്ടിവേഷൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി എംപ്ലോയി. അതുകൊണ്ട് തന്നെ വർക്ക് മോട്ടിവേഷനും ജോബ് സാറ്റിസ്ഫാക്ഷനും നോക്കല് വളരെ അനിവാര്യമാണ്. ഇപ്പൊ വർക്ക് മോട്ടിവേഷൻ എന്താന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷന്റെ തിയറീസ് പറയാം കേട്ടോ. Cook, Nelson and Cantale define work motivation as the process of arousing and sustaining goal-directed behavior. കണ്ടോ, നമ്മൾ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, അതായത് ഇപ്പൊ എന്റെ ഒരു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആണ് നല്ല ക്ലാസ്സസ് കൊടുക്കുക, എന്റെ ഒരു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ക്ലാസ്സസ് നല്ല ക്ലാസ്സസ് തരാം, കംപ്ലീറ്റ് ക്ലാസ് എടുക്കുക, കംപ്ലീറ്റ് നോട്ട്സ് തരാം. അപ്പൊ അതിന് ഞാൻ എന്താണ് എറോസ് ആവണം, അതായത് എനിക്കൊരു ത്വരയും വരണം, ആ ത്വര ഞാൻ സസ്റ്റെയിൻ ചെയ്യണം, എപ്പോഴും നിലനിന്ന് കൊണ്ടുപോകണം. അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എറോസ് ആവുകയും വേണം, സസ്റ്റെയിൻ ചെയ്യാൻ വേണം ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. അതിനെയാണ് motivation എന്ന് പറയുന്നത്. When we talk about work motivation, it is mainly motivation related to work activities. വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. Motivation can be classified into intrinsic and extrinsic motivation. ജസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ തന്നെ വരികയാണെങ്കിൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. എനിക്ക് സൈക്കോളജിയുടെ കേസിൽ മെജോറിറ്റി ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അതായത് മോട്ടിവേഷൻ വിച്ച് ഇസ് ഇൻഡിവിജ്വൽ ഇന്റേണലി ഫീൽസ് ടുവേർഡ്സ് സർട്ടൻ ഡയറക്ഷൻസ്. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് 2 കേസും ഇന്റേൺഷിപ്പും ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് മടുത്തിരിക്കുകയാണ്. പക്ഷേ എനിക്കിഷ്ടമാണ്, എസ്പെഷ്യലി എക്സാമിന്റെ തലേന്നൊക്കെ എല്ലാവരും എന്നെ കീനായിട്ട് കാത്തിരിക്കുന്നു ക്ലാസ് എടുക്കാൻ. ഞാൻ ഭയങ്കര ഉള്ളെന്നുള്ള മോട്ടിവേഷനാണ് എനിക്ക് വരുന്നത്. ഓൾറെഡി എടുത്ത റിവിഷൻ ക്ലാസ് ഒക്കെ ഉണ്ട്, എന്നാലും ആ മോട്ടിവേറ്റഡ്. അപ്പൊ അത് ഇൻട്രിൻസിക് ആണ്. ഇനി എക്സ്ട്രിൻസിക്, ഇപ്പൊ പണോ എന്തെങ്കിലും കിട്ടാൻ, റിവാർഡോ അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷനോ കിട്ടാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്, റിസൾട്ട് ഓൺ എക്സ്റ്റേണൽ ഫാക്ടർ. ഇങ്ങനെ 2 മോട്ടിവേഷൻ ആണ് മെയിൻ ആയിട്ടും ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയിൽ എത്തിയതിനു ശേഷം 2ഉം എനിക്ക് ഒരുപോലെ ഉണ്ട്. ആക്ച്വലി എനിക്ക് നല്ല പണം മാത്രമല്ല കേട്ടോ, നിങ്ങൾ എക്സാം എഴുതി ഓടി വന്ന് മാം അടിപൊളിയായിരുന്നു, താങ്ക് യു മാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ എടുക്കുന്ന വർക്കിന് നിങ്ങൾ തരുന്ന ഒരു അപ്രിസിയേഷൻ. ഈവൻ ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ വരെ എന്നോട് പിറ്റേ ദിവസം വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ഞാൻ പഠിപ്പിച്ചെടുത്ത് വന്നിട്ടുണ്ടാവുക, പക്ഷെ അത് വെച്ച് അവർ എഴുതി എന്നൊക്കെ പറയുമ്പോൾ മോട്ടിവേറ്റഡ് ടു ടേക്ക് ദ നെക്സ്റ്റ് ക്ലാസ് വെദർ ഇറ്റ് ഇസ് എ ഫ്രീ ക്ലാസ്. ഓക്കെ, അത് എക്സ്റ്റേണൽ ആയിട്ടുണ്ട്, ഇന്റേണൽ. എനിക്ക് ഇഷ്ടമാണ് സൈക്കോളജി എടുക്കാൻ. അതാണ് 2ഉം കൂടി വന്നാൽ ശരിക്കും സെറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ എന്തൊക്കെ കാര്യം കൊണ്ടാണ് മോട്ടിവേറ്റഡ് ആവുന്നത് എന്നാണ്. ഒന്ന് ഡ്രൈവ് റിഡക്ഷൻ മോഡലാണ്, അതായത് നമുക്ക് ത്വര വരും, ആ ത്വരയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത്. ഇപ്പൊ നിങ്ങൾ ത്വരയുണ്ട്, നാളെ എക്സാം ആണ്, അതുകൊണ്ടാണ്. ഞാൻ അല്ലാതെ കഴിഞ്ഞ മാസം എങ്ങാനും ഫ്രീ ക്ലാസ് വെച്ച ഒരു പൂച്ചക്കുഞ്ഞു പോലും കയറൂലായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ നിങ്ങൾ വരുന്നത്? ബിക്കോസ് യു ആർ മോട്ടിവേറ്റഡ് ടു റിഡ്യൂസ് ദാറ്റ് ഡ്രൈവ്. നാളെ എക്സാം ആണെന്നുള്ള ആ ഡ്രൈവിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത്. ഓൾസോ നോൺ ആസ് പുഷ് തിയറി എന്ന് വിളിക്കും. This model states that the behavior of an individual is driven toward the goal as a result of force that is within the individual. ആ ഫോഴ്സ് ആണ്, നാളെ എക്സാം ആണെന്നുള്ള ഫോഴ്സിലാണ് 1 മണിക്കൂറായി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതാണ് ഡ്രൈവ് റിഡക്ഷൻ മോഡലിൽ പറയുന്നത്. ഓരോ പോയിന്റ് ആയാലും എഴുതി വെച്ചാൽ ഒത്തിരി ഉണ്ട്. ഈ ഇൻസെന്റീവ് തിയറിയിൽ പറയുന്നത് എന്തെങ്കിലും റിവാർഡ് കിട്ടുന്നു വെച്ചിട്ടാണ് നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുന്നതാണ്. ഓൾസോ നോൺ ആസ് പുൾ തിയറി. These theory denote that the motivation is an outcome of desire to get reward or incentive. വന്നിരുന്നാൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എഴുതാൻ 10 മാർക്ക് കിട്ടും, ആ റിവാർഡ് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ റിവാർഡ് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുന്നത്. മോട്ടിവേഷൻ ആവാനുള്ള കാരണം റിവാർഡ് ഓർ ഇൻസെന്റീവ് ആണെന്നാണ് ഇൻസെന്റീവ് തിയറി പറയുന്നത്.
Thus, the focus here is on external source that lead to motivation. External ആയിട്ട് എന്തോ സോഴ്സ് കൊണ്ടാണ് നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുന്നതെന്നാണ് ഇൻസെന്റീവ് തിയറി പറയുന്നത്. ഇനി ഒപ്റ്റിമൽ അറോസൽ തിയറി പറയുന്നത് the model states that when an individual is aroused, he or she will be able to function in a better way. അതായത് നമ്മൾ അറൗസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഫംഗ്ഷൻ. അപ്പൊ ഒന്ന് നോക്കിയാൽ വിൻസീമ നല്ല ചെത്തായിരുന്ന് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറൗസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാം. പഠിക്കാൻ നമ്മൾ അറൗസ് ആയാൽ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഒരു മൂഡും ഇല്ലാണ്ടായിരുന്നാലും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അറൗസ് ആയാൽ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ട് നന്നായിട്ട് കാര്യം ചെയ്യാം. അപ്പൊ നന്നായിട്ട് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറൗസ് ആയിക്കൊണ്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നതെന്നാണ് ഒപ്റ്റിമൽ അറൗസൽ തിയറി പറയുന്നത്. വേറൊരു വകഭേദമാണ് യർഗ് ഡോഡ്സൺ ലോ. യർഗ് ഡോഡ്സൺ ലോ എന്ന് പറയുന്നത് ഈ അറൗസൽ കൂടാനും കുറയാനും പാടില്ല. ഒരുപാട് അറൗസൽ ആയാലും അറൗസൽ കുറഞ്ഞാലും ചീറ്റിപ്പോകും എന്നാണ് യർഗ് ഡോഡ്സൺ ലോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തത് കോഗ്നിറ്റീവ് അപ്രോച്ചസ് ടു മോട്ടിവേഷൻ ആണ്. കോഗ്നിറ്റീവ് അപ്രോച്ച് ടു മോട്ടിവേഷൻ എംഫസൈസ് ഓൺ ദ റോൾ ഓഫ് കോഗ്നിഷൻ. ചിന്തിച്ചിട്ടാണ്. അതായത് ഞാൻ ഇന്ന് അഫ മാമിന്റെ ക്ലാസ്സിൽ കയറാണെങ്കിൽ എനിക്ക് 1-2 ക്വസ്റ്റ്യൻ 30 പറയണ മനസ്സിലായാൽ നാളെ എനിക്ക് എക്സാം എഴുതാം. അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത്. ഇൻഡിവിജ്വൽസ് ബീങ് മോട്ടിവേറ്റഡ് ടു അച്ചീവ് ദിയർ ഗോൾസ്. കോഗ്നിഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നതെന്നാണ് പറയുന്നത്. ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആർ ഡിസ്കസ് അണ്ടർ ദീസ് അപ്രോച്ച്. ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് ഈ കോഗ്നിറ്റീവ് നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത് എന്നാണ്. പിന്നെ മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്. മാസ്ലോ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശദാക്കുന്നില്ല, നമ്മൾ ഫസ്റ്റ് സെം മുതൽ കേൾക്കുന്നതാണ്. എന്താണ്, നമുക്ക് 5 നീഡ്സ് ഉണ്ട്. അതിങ്ങനെ ഹയറാർക്കിയൽ ലെവലാണ്. ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ബിലോങ്ങിങ്സ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓരോന്നും നീഡിലേക്ക് നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അത് സാറ്റിസ്ഫൈ ചെയ്താൽ അടുത്ത നീഡിലേക്ക് നമ്മൾ മോട്ടിവേറ്റഡ് ആവും എന്നാണ് മാസ്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി ആൽഫ്രഡർ എന്താക്കി, ഈ 5 3 ആക്കി. എക്സിസ്റ്റൻസും റിലേറ്റഡ്നെസ്സും ഗ്രോത്തും. അതായത് ഈ എക്സിസ്റ്റൻസ്, മാസ്ലോയുടെ ഫിസിയോളജിക്കൽ സേഫ്റ്റിനെ അദ്ദേഹം എക്സിസ്റ്റൻസ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബിലോങ്ങിങ്നെസ്സും സെൽഫ് എസ്റ്റീമും അയാളുടെ റിലേറ്റഡ്നെസ് ആയി. ഗ്രോത്ത് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതായത് നമ്മുടെ മാസ്ലോ 5 പറഞ്ഞത് ചുരുക്കി 3 ആക്കിയതാണ് ERG തിയറി. എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ്, ഗ്രോത്ത്. ഇനി ഹെർസ്ബർഗ്സ് 2 ഫാക്ടർ തിയറി ഉണ്ട്. ഹെർസ്ബർഗ്സ് 2 ഫാക്ടർ തിയറി പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ഫാക്ടേഴ്സ് ആണുള്ളത് നമ്മൾ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട്. ഒന്ന് ഹൈജീൻ ഫാക്ടർ. ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത് ഉണ്ടെന്ന് വെച്ച് നമുക്ക് മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇല്ലാണ്ടായാൽ നമുക്ക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സാലറി ഉണ്ടെന്ന് വെച്ചാൽ വലിയ മോട്ടിവേറ്റഡ് ഒന്നും ആവില്ല. വർക്ക് കണ്ടീഷൻ, ഒരു ഫാൻ ഉണ്ട് എന്ന് വെച്ച് നമ്മൾ മോട്ടിവേറ്റഡ് ആവില്ല, പക്ഷെ ഫാൻ ഇല്ലാണ്ടായാൽ നമ്മൾ ഡിസ്സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. പോസിറ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വെച്ചാൽ, അതായത് ബോസുമായിട്ട് നല്ല ബന്ധം ഉണ്ടെന്ന് വെച്ചാൽ വലിയ മോട്ടിവേഷൻ ഒന്നും വരില്ല, പക്ഷെ ഇല്ലാണ്ടായാൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആവും. ഇനി രണ്ടാമത്താണ് എന്ത്, മോട്ടിവേഷൻ ഫാക്ടേഴ്സ്. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഉണ്ടെങ്കിൽ നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആവും, സാറ്റിസ്ഫൈഡ് ആവും. ഫോർ എക്സാമ്പിൾ ഒരു ബോണസ്, അപ്രിസിയേഷൻ, ഇതൊക്കെയാണ് ഫാക്ടർ തിയറി, അല്ലെ സോറി മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹൈജീൻ ഫാക്ടേഴ്സ് ആണ് ഉണ്ടെന്ന് വെച്ച പക്ഷെ മോട്ടിവേറ്റഡ് ആവില്ല, ഇല്ലാണ്ടായാൽ നമ്മൾ ഡിസ്സാറ്റിസ്ഫൈഡ് ആവും. മോട്ടിവേഷണൽ ഫാക്ടേഴ്സോ ഉണ്ടായാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും, മോട്ടിവേറ്റഡ് ആവും. രണ്ടും വേണം ഒരു വർക്ക് സെറ്റിംഗിൽ എന്നാണ് നമ്മുടെ ഹെർസ്ബർഗ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഓരോ പോയിന്റ് 10 തിയറി ഉണ്ടേന്, 9-10 തിയറി ഉണ്ടേന് ഓരോ പോയിന്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ആ എല്ലാരും ഒന്ന് പറഞ്ഞേ. ഇനി അടുത്തതാണ് മെക്സലന്റിന്റെ അക്വയർഡ് നീഡ് ഓഫ് തിയറി. The theory was proposed by Maclellan and explained 3 basic needs, namely need for achievement, need for affiliation, need for power. ഇതിൽ ഏതെങ്കിലും ഒന്നിനു വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ അംഗീകാരം കിട്ടാനുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരാളെ ഭരിക്കാനുള്ള മോട്ടിവേഷൻ. ഇതിൽ 3 ഏതെങ്കിലും ഉണ്ടായതിനെ കൊണ്ട്, അതായത് ഇതിന്റെ നീഡ് കൊണ്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നതെന്ന്. ഇതൊരു പരിധി വരെ ശരിയാട്ടോ. ഞാൻ അച്ചീവ്മെന്റ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കിങ്ങനെ നേടണം എന്നുള്ള ഒരു നീഡ് ഉണ്ട്, അതായത് ഉയരങ്ങളിലേക്ക് നേടണം, ഓരോ കടമ. ഞാൻ ഭയങ്കര അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അച്ചീവ്മെന്റിനോട് ഒരു നീഡ് ഉണ്ട്, അതായത് ഇന്ന പടികൾ കയറണം. ഞാൻ ഓരോ ഇപ്പൊ ഒന്ന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വരെ എന്റെ ഗോൾ എന്റെ ഉമ്മമാരെ ഹജ്ജിന് പറഞ്ഞയക്കുക എന്നുള്ളതായിരുന്നു. ഈ വർഷം പുതിയ ഗോളാണ്. ആ ഗോൾ ഉണ്ടാവുമ്പോൾ എന്താണ്, നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉണ്ട്. അപ്പം ഞാൻ ചുമ്മാ കിടക്കുമ്പോഴും എന്റെ ഉള്ളിൽ വരും, എനിക്ക് ഇങ്ങനെ ഒരു ഗോൾ ഉണ്ട്,
സോ ഞാൻ മോട്ടിവേറ്റഡ് ആവും, വന്നിരുന്ന് എന്റെ പണികൾ എടുക്കും. അല്ലെ? ചിലർക്ക് അത് അഫിലിയേഷൻ, അംഗീകാരത്തിനോടുള്ള, ചില അമ്മമാരൊക്കെ കാണാം പട്ടിപ്പണി എടുക്കുന്ന രാവിലെ തൊട്ട് രാത്രി വരെ. അവർക്കൊരു അംഗീകാരം, പാവം മോളാണ്, നല്ല മരുമോളാണെന്നൊക്കെ പറയാൻ വേണ്ടി, ആ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടാവും. ചിലർ പവറിന് വേണ്ടിയിട്ടാവും മോട്ടിവേറ്റഡ് ആവുന്നത്. അപ്പൊ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ഒന്നെങ്കിൽ അച്ചീവ്മെന്റിനോടുള്ള നീഡ്, അല്ലെങ്കിൽ അഫിലിയേഷൻ അംഗീകാരത്തോടുള്ള നീഡ്, അല്ലെങ്കിൽ പവറിനോടുള്ള നീഡ്. Need for achievement denotes achievement of one's goal, dealing with the challenges, overcoming difficulties, and so on. അല്ലെ? ഈ ഒരു സൈക്കോസ്റ്റഡിയുടെ യാത്രയിലായിക്കോട്ടെ, ഫസ്റ്റ് വെൽനസിന് വലിയ ബുദ്ധിമുട്ടില്ല, സൈക്കോസ്റ്റഡിയുടെ യാത്രയിൽ ഒത്തിരി ചാലഞ്ചസും ഡിഫിക്കൽട്ടീസും ഉണ്ട്. അതൊക്കെ ഞാൻ മറികടക്കുന്നത് എനിക്ക് കൃത്യമായിട്ടും ഗോൾ ഉണ്ടായതിനെക്കൊണ്ടാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ എന്താ പറയാ, പിന്നെ അച്ചീവബിൾ ആയിട്ടുള്ള, ചാലഞ്ചിങ് ആയിട്ടുള്ള ഗോൾ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ആ ഗോൾ കീപ്പ് ചെയ്യുമ്പം നന്നായിട്ട് മോട്ടിവേറ്റഡ് ആവാറുണ്ട്. 3 കാര്യങ്ങൾ ഒരു ഗോളിനെ പറ്റി പറയുന്നത്: റിയലിസ്റ്റിക് ആയിരിക്കണം, അതായത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റിയൽ ആയിട്ടുള്ളത്, ചാലഞ്ചിങ് ആയിരിക്കണം, ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കണം, ചാലഞ്ചിങ് ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം. നീഡ് ഫോർ അഫിലിയേഷൻ ഇൻക്ലൂഡ് ടു ബി എൻഗേജ് ഇൻ ഇന്റിമേറ്റ് ആൻഡ് ക്ലോസ് റിലേഷൻ. കേട്ടോ, ഒരു അംഗീകാരത്തിനുള്ള. പവർ എന്ന് വെച്ചാൽ കൺട്രോൾ ഓർ ഇൻഫ്ലുവൻസ്. ഇനി പ്രോസസ് തിയറി ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി വർക്ക് മോട്ടിവേഷൻ വി കൻ ഓൾസോ ഡിസ്കസ് ദ പ്രോസസ് തിയറി ഓഫ് വർക്ക് മോട്ടിവേഷൻ. ഇക്വിറ്റി തിയറി ക്യാൻ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ പ്രോസസ് തിയറി ദാറ്റ് സ്റ്റേറ്റ് ദാറ്റ് എംപ്ലോയീസ് സീക്ക് ടു എ കണ്ടീഷൻ ഓഫ് ഇക്വിറ്റി ഓർ ഫെയർനെസ് ആസ് ദേ ഡീൽ വിത്ത് അതേഴ്സ്, ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈക്വാലിറ്റി അല്ല, ഇക്വിറ്റി ആണ് പറയുന്നത്. ഫെയർനെസ്, അതായത് എല്ലാവർക്കും. അല്ലെ? ഇപ്പൊ നിങ്ങള് പിന്നെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരു ഫെൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഓരോ പിന്നെ ബോക്സ് ഇട്ട് കൊടുത്തു. അപ്പൊ ഹൈറ്റ് ഉള്ളവന് ഇവിടെ വെച്ച് ആ ബോക്സ് 3 ഹൈറ്റ് ഉള്ള ആൾക്കാരും. ഇത് ഇക്വാലിറ്റി ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ശരിക്കും ഈ പെട്ടിയുടെ ആവശ്യമില്ല, ഇയാൾക്ക് ഒരു പെട്ടി വേണം, ഇയാൾക്ക് 2 പെട്ടി വേണം. അപ്പൊ ഈ പെട്ടി വേണ്ടാത്തവർക്ക് പെട്ടി കൊടുക്കുന്നില്ല, ഒരു പെട്ടി വേണ്ടവന് ഒരു പെട്ടി കൊടുക്കുന്നു, 2 പെട്ടി വേണ്ടവർക്ക് 2 പെട്ടി കൊടുക്കുന്നു. ഇതാണ് ഇക്വിറ്റി. അതായത് ഈക്വാലിറ്റി ആണ്, എല്ലാവർക്കും ഒരേപോലെ. ഇക്വിറ്റി ആണ് വേണ്ടത്, എല്ലാ ആൾക്കാർക്കും ഒരേ സൗണ്ട്, അതായത് ഒരുപോലെ ഫെയർനെസ് വേണം എന്നാണ് പറയുന്നത്. ആ ഫെയർനെസ് ഉണ്ടെങ്കിൽ പിന്നെ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവുന്നതാണ്. Thus an employee will compare his input in work activity and outcome with an input of work activity and outcome of other employees. ഞാൻ ചെയ്യുന്ന പണിയും മറ്റോൻ ചെയ്യുന്ന പണിയും മറ്റോന് കിട്ടുന്ന പോലെ എനിക്ക് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് തന്നെയാണ് ആ ഒരു ഫെയർനെസ്. അങ്ങനെ ഫെയർ ആണെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അല്ലാത്ത പക്ഷം നോക്കിയേ, if fairness is not perceived, അയാൾക്ക് ഫെയർനെസ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ, the individual will experience dissonance and will display behavior that are directed toward dealing with the dissonance. അയാള് മോട്ടിവേഷൻ കുറവായിട്ട് ഡിസോണൻസ് കാണിക്കും എന്നാണ് പ്രോസസ് തിയറിയിൽ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ. Yes, ma'am. ഇതൊക്കെയാണൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ബാക്കിയുള്ള ഒരു വിധമൊക്കെ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ, മെയിൻ ആയിട്ടുള്ള കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൺസ്യൂമർ ബിഹേവിയർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കൺസ്യൂമർ ബിഹേവിയർ കൂടെ പറഞ്ഞുതരാം. കൺസ്യൂമർ ബിഹേവിയർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരാളൊരു സാധനം എന്തുകൊണ്ടാണ് വാങ്ങുന്നത്, അതാണ് കൺസ്യൂമർ ബിഹേവിയർ. ആസ് കൺസ്യൂമേഴ്സ്, സാധനം മേടിക്കുന്ന ആളെയാണ് കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. ദർ ആർ വേരിയസ് റീസൺസ് വൈ വി ബൈ പ്രോഡക്ട്സ് ആൻഡ് ഡിസൈഡ് ഓവർ അവർ പ്രിഫറൻസ് ആൻഡ് നീഡ്സ്. ഇതാണ് ഔട്ട്ലൈൻ. എന്തുകൊണ്ട് ഒരാള്, അതായത് ഒരു സാധനം ഒരാൾ എന്തുകൊണ്ട് വാങ്ങുന്നു, അതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് കൾച്ചറൽ ഫാക്ടർ ഉണ്ട്. അല്ലെ? നമ്മളെ നാട്ടിലൊരു ബിക്കിനി കൊണ്ട് കച്ചവടം നടത്തിയത് ചെലവാവില്ല. നേരെ മറിച്ച് ഗോവയിലാണ് അത് ഇതുണ്ടെങ്കിൽ ചെലവാകും. ബിക്കോസ് അവർ കൾച്ചർ ഡു നോട്ട് പ്രൊമോട്ട് ബിക്കിനി. അല്ലെ? കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ബൈങ് പ്രയോറിറ്റീസ് ആൻഡ് കൺസ്യൂമർ ചോയ്സസ്. കൾച്ചർ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് സെറ്റ് ഓഫ് നോംസ് ഉണ്ട്, നമുക്ക് കുറെ നിയമങ്ങളുണ്ട്, ലേൺഡ് വാല്യൂസ് ഉണ്ട്, റിച്വൽസ് ഉണ്ട്, സിംബൽസ് ഓഫ് സൊസൈറ്റി ഉണ്ട്, ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻ ടു ജനറേഷനിലാണ്. അപ്പൊ കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വാങ്ങലുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ശരിക്കും ബാധിക്കുന്നത്. നമ്മളെ കൾച്ചർ അനുസരിച്ചുള്ള സാധനമേ നമ്മൾ മേടിക്കത്തുള്ളൂ. സബ് ഫാക്ടേഴ്സ് കൾച്ചറും സബ് കൾച്ചറും സോഷ്യൽ ക്ലാസ്സും ഒക്കെയാണ് വരുന്നത്. അപ്പൊ കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്.
രണ്ടാമത് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. സോഷ്യൽ ഫാക്ടേഴ്സ് ഓൾസോ ലാർജ്ലി ഇമ്പാക്ട് കൺസ്യൂമേഴ്സ് ചോയ്സ് ആൻഡ് പ്രൊഡക്റ്റ് പർച്ചേസ്. അല്ലെ, സോഷ്യൽ ഫാക്ടർ അല്ലെ, സമൂഹം എന്ത് പറയും എന്നുള്ള ഒരു സാധനം അല്ലെ. ഒരു 5 വർഷം മുന്നേ ഒന്നും ലിപ്സ്റ്റിക്കിന് ഇത്ര പ്രാധാന്യമില്ല. അന്ന് ലിപ്സ്റ്റിക് ഇടുന്നൊക്കെ ഭയങ്കര ചീത്തയായിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി വന്നു അല്ലെ. Influences from family, friends, peers and reference group are important deciding factors. അതായത് നമ്മളെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും പിയർ ഗ്രൂപ്പിനെ ഒക്കെ നോക്കിയിട്ടാണ് നമ്മളെ സാധനങ്ങൾ. ഇപ്പൊ എല്ലാവരും ഇടുന്നതിന് കൂടെ ലിപ്സ്റ്റിക് ഭയങ്കര എന്തായി കോമൺ ആയി. സോഷ്യൽ ഫാക്ടർ കൂടി നോക്കിയിട്ടാണ് കൺസ്യൂമർ ബിഹേവിയർ എടുക്കുന്നത്. അവിടെ സബ് ഫാക്ടർ ഏതൊക്കെയാണ്? ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പിയർ പ്രഷർ, റെഫറൻസ് ഗ്രൂപ്പ്, ഫാമിലി, റോൾ ആൻഡ് സ്റ്റാറ്റസ്. ഇപ്പോഴത്തെ MDMA, മരിവാന പോലെയുള്ള ഡ്രഗ് ഈ ഒരു സോഷ്യൽ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം കുട്ടികൾ പറയും ഇതൊക്കെ വലിക്കാതെ നീ ഒരു ആണാണോ എന്ന് പറയുന്ന സമയത്ത് അവരൊക്കെ വലിക്കുന്നുണ്ട്, സോ ഞാനത് വലിച്ചു ഞാൻ മോശക്കാരനാണ് എന്നുള്ള തോന്നലില് പലരും വാങ്ങുന്നത്. അതാണ് സോഷ്യൽ ഫാക്ടർ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇനി പേഴ്സണൽ ഫാക്ടർ ഉണ്ട് അല്ലെ. പേഴ്സണൽ ഫാക്ടർ ആർ മോർ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻ കമ്പാരിസൺ ടു കൾച്ചർ ആൻഡ് സോഷ്യൽ. പേഴ്സണൽ ഫാക്ടർ കൾച്ചറിനെക്കാട് സോഷ്യലിനെക്കാട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇച്ചിരിയൊക്കെ കാശ് ചെലവാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മേടിക്കുന്നത് ഒന്ന് കുറച്ച് ഡ്രസ്സും മേക്കപ്പ് പ്രോഡക്ട്സും ആണ്. രണ്ടാമത്തത് ഫുഡ് ഐറ്റംസ് ആണ്. എനിക്ക് വേറെ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. എന്റെ ഹസ്ബൻഡ് നേരെ തിരിച്ചാണ്. പുള്ളിക്കാരൻ ടെക്നോളജിക്കൽ 200 രൂപയുടെ ടീഷർട്ട് ആണെങ്കിൽ ഇട്ടോളൂ, പക്ഷെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഫോണ്, ഗാഡ്ജറ്റ്സ്, അങ്ങനത്തെ ആക്സസറീസിനോടൊക്കെയാണ് താല്പര്യം. അതാണ് പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ഇൻക്ലൂഡ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് അവർ പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഏജ്, ജെൻഡർ, മറൈറ്റൽ സ്റ്റാറ്റസ് എക്സെട്ര ഡിഫൈൻ വാട്ട് പ്രോഡക്റ്റ് യു ഹാവ് ബൈ ആൻഡ് വാട്ട് യു മേ നോട്ട് ബൈ. നമ്മുടെ ഏജ്, ജെൻഡർ, മറൈറ്റൽ. കാരണം എന്റെ ഉമ്മമാര് ഹജ്ജിന് പോകുന്നവരെ അവരായിരുന്നു മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വല്ലാണ്ട് ഇൻവോൾവ് കാരണം അത് അവർക്ക് താല്പര്യമില്ല. കാരണം രണ്ടുപേർക്കും ആകെയുള്ള പേരക്കുട്ടികളാണ്. അപ്പൊ അവർ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് നോക്കും. പക്ഷെ ഇപ്പൊ അവർ രണ്ടുപേരും സ്ഥലത്തിലാണ്. ഇപ്പൊ ഞാൻ ടിഫിൻ ബോക്സ് ഉണ്ടാക്കുന്നു, എനിക്ക് നല്ല കളർഫുൾ ടിഫിൻ. ഇപ്പൊ ഞാൻ ഇരിക്കും നാളെ എന്താ ഇപ്പൊ സ്നാക്സിന് കൊടുക്കുക, അങ്ങനെ ഫ്രൂട്ട് കട്ട് ചെയ്താലോ, യെസ്. എന്നിട്ടിപ്പം ഞാൻ എന്റെ ആമസോൺ സെർച്ചിങ് ഒക്കെ ടിഫിൻ ബോക്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട് കട്ടർ, അങ്ങനത്തെ സാധനങ്ങൾ. അതാണ് പേഴ്സണൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ സബ് ഫാക്ടർ ആണ്. നിങ്ങൾ 1-2 പോയിന്റും ഈ സബ് ഫാക്ടറും പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഏജ്, ജെൻഡർ, ഓക്യുപ്പേഷൻ, എക്കണോമിക് സിറ്റുവേഷൻ, പർച്ചേസിംഗ് പവർ, ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രിഫറൻസസ്, പേഴ്സണാലിറ്റി. ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആർ the more transient factors influencing consumer choice and decision making. നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടർ ആണ് നമ്മൾ ഇന്നത് വാങ്ങണം എന്ന് തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പേഴ്സണൽ നീഡ്സ് അല്ലെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവര് പോയപ്പോ എനിക്ക് ടിഫിൻ ബോക്സ്, പിന്നെ കുറെ റീൽസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നീഡാണ്. പിന്നെ വാണ്ട്സ്, മോട്ടീവ്സ്, പ്രയോറിറ്റി, ഇതൊക്കെ നമ്മുടെ ബൈങ് ബിഹേവിയറിന്. ഞാൻ ഇത് എടുത്തു പറയുന്നത് എന്റെ കുറച്ചു കാലത്ത് ആമസോൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈസും വിഷ് ലിസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. കാരണം ഇപ്പം അതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി. അപ്പൊ കുറെ കാലമായിട്ട് വേറെ ഒന്നും ഞാൻ മേടിക്കുന്ന കാര്യങ്ങളാണ്. അവരെ കംഫർട്ട് ആക്കുക, അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് സൈക്കോളജിക്കൽ ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഴ്സണൽ പെർസെപ്ഷൻ അബൌട്ട് സെൽഫ്, ഇവന്റ് അറൌണ്ട് അസ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉമ്മമാരെ ഹജ്ജിന് പോയത് ഒരു ഇവന്റ് അറൌണ്ട് മീ ആണ്. പ്രോഡക്റ്റ് അവൈലബിൾ, കംപ്ലൈന്റ്സ് മാനുഫാക്ചറിങ് ദം എക്സെട്ര. അതൊക്കെയാണ് റിവ്യൂസ് ഒക്കെ നോക്കി, കുറെ റിവ്യൂസ് ഒക്കെ നോക്കി ഭയങ്കര ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. tend to influence our purchase intention. ഇത് സൈക്കോളജിക്കൽ ഫാക്ടർ ആണ്. മോട്ടിവേഷൻ, പെർസെപ്ഷനും ബിലീഫ്, ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് ഇതിന്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി അതർ ഫാക്ടേഴ്സ് ഉണ്ട്. അതർ ഫാക്ടർ ലൈക്ക് എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് ഓൾസോ ടെൻഡ് ടു പ്ലേ എ മോഡറേറ്റിംഗ് റോൾ ഇൻ ദ ഏരിയ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. മോഡറേറ്റ് ആയിട്ടാണ് എക്കണോമിക്സ്, സാമ്പത്തികവും എൻവയോൺമെന്റ് വരുന്നത്. The buying behavior is largely depend upon the marketing campaigns of production houses. മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തന്നെയാണല്ലേ ബൈയിങ് ബിഹേവിയർ. നമ്മളല്ലേ മാർക്കറ്റിലെ ഈ പരസ്യം തന്നെയാണ്. The economic situation, income available to spend, and critically the presence of the brand and the product range in the market are critical. The economic situation ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം വെച്ച് നമ്മൾക്ക് സാമ്പത്തികം വേണം, അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആണെന്നൊക്കെ തോന്നും. ഇതൊക്കെയും ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, എമർജൻസീസ് ആൻഡ് ക്രൈസിസ് ടൈംസ് കൺസ്യൂം മോർ ആൻഡ് മോർ ഇൻക്ലൈൻ. ഒരു ഉദാഹരണം പറയാം. കൊറോണ തുടങ്ങിയ പാടെ മാസ്ക് കിട്ടാനില്ലായിരുന്നു. മാസ്ക് നല്ല പൈസ ആയിരുന്നു, സാനിറ്റൈസറിന് നല്ല പൈസയായിരുന്നു. അതാണ് എമർജൻസീസ്. അപ്പൊ എന്താവും, വില കൂടാനും നമ്മൾ വാങ്ങാൻ നിർബന്ധിതരൊക്കെ. ഇതൊക്കെയാണ് കൺസ്യൂമർ ബിഹേവിയറിൽ വരുന്നത്.
ഇവിടെ സബ് ഫാക്ടേഴ്സ് എക്കണോമിക് ആൻഡ് സിറ്റുവേഷണൽ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫോഴ്സസ് ഉണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ എല്ലാവരും കുത്തുന്ന ഫോണിന് സ്മാർട്ടിലേക്കായി, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. ഓർഗനൈസേഷൻസ്, മാർക്കറ്റിംഗ് അവൈലബിലിറ്റി, പ്രോഡക്റ്റ് അവൈലബിലിറ്റി, ഫീച്ചേഴ്സ് ആൻഡ് പ്രൈസിങ്ങും എത്തിക്കൽ കൺസിഡറേഷൻസും. അപ്പൊ ഒരു മനുഷ്യൻ ഒരു സാധനം വാങ്ങാൻ 5 ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. കൾച്ചറൽ ഫാക്ടേഴ്സ്, രണ്ടാമത്തത് സോഷ്യൽ ഫാക്ടേഴ്സ്, മൂന്നാമത്തെ പേഴ്സണൽ ഫാക്ടേഴ്സ്, നാലാമത്തത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അതർ ഫാക്ടേഴ്സ്. ഓക്കെ ആണോ? Yes, ഓക്കെ ma'am. ആണോ? അപ്പൊ ഒരു വിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. 1-2 സ്പോർട്സ് ഞാൻ ഇട്ടുതരാം കേട്ടോ. സ്പോർട്സ് ഞാൻ ഇട്ടുതരാം. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാന് ഇട്ടുതരാം. എന്തോ Social क्या हुआ? തേരവാദ. റിംഷി എന്താണ് കേൾക്കുന്നില്ല? क्या हुआ ചോദിച്ചപ്പോ തേരാവാദയൊക്കെ പറയുന്നത് റിംഷി ചില്ല മൂടില പുള്ളിക്കാരി. സോഷ്യൽ ഡിലേമ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ സോഷ്യൽ ഡിലേമ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഇട്ടരാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോയും കൂടി കണ്ട സെറ്റാണ്. ഒരുവിധം 10-20 മാർക്ക് ഒപ്പിക്കാം. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ കൂടെ കണ്ടുകഴിഞ്ഞാൽ പാസ് ആക്കി തരാം. അത്രേ പറ്റൂ സോഷ്യലിന്റെ കേസിൽ കേട്ടോ. ഞാൻ അങ്ങ് ഓടിച്ചിട്ട് എന്താ പ്രദർശനം നടത്തി വന്നതാണ്. ഇന്നത്തെ അപ്ലോഡ് ചെയ്യുമോ? ഒരു 1.5 മണിക്കൂർ എനിക്ക് തരണം. ഞാൻ കുത്തിയിരുന്ന് അപ്ലോഡ് ചെയ്തേക്കാം. നാളെ രാവിലെ എക്സാമേ. അമ്മേ ടഫ് ടാസ്ക്. ഇവിടുന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇങ്ങനെ ഓടി പാഞ്ഞി ചാടി മറിഞ്ഞ് ക്ലാസ് എടുക്കാന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഇതൊക്കെ മണിക്കൂറുകളോളം സംസാരിച്ചെടുക്കുന്ന ഓരോ ടോപ്പിക്സും ഇങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ എന്തായാലും അറിയിക്കണം. ഒത്ത ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ ആഫ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. എ വെരി വാം ഗുഡ് നൈറ്റ്. എന്തെങ്കിലും വോയിസ് ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഇടണേ. പിന്നെ അല്ലാണ്ട് ഓക്കെ.